ആ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ദിവസം ഇവിടെ നിന്ന് പാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ വന്ന സമയത്ത് നമ്മളിതിൻ്റെ പാക്കിങ്ങിൻ്റെ കുറച്ച് വിഷ്വൽസ് എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് സാധിച്ചില്ല. കാരണം നമ്മൾ വളരെ ഏർലി മോർണിംഗിലെന്ന് വെച്ചാൽ രാവിലെ ഒരു 5 മണിക്ക് ഇരുട്ടുള്ള സമയത്താണ് ഇറങ്ങിയത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള സംവിധാനങ്ങളും എൻ്റെ ബാഗും ഞാൻ കണ്ടില്ല. അത് ഇങ്ങനെ ഒരു കൊച്ചു ബാഗിൽ, നമ്മുടെ ഒരു സാധാരണ നമ്മളെ ഈ ഒരു കോളേജ് ബാഗിലാണ് ഞാൻ ഈ ട്രാവലിനുള്ള സാധനങ്ങൾ മൊത്തം കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് വളരെയധികം വെയിറ്റ് ലഘൂകരിക്കാൻ പറ്റും. കാരണം ഒരുപാട് വെയിറ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ട്രിപ്പ് കയറ്റം കയറുന്നതെങ്കിൽ നമ്മൾ ഒരുപാട് ക്ഷീണിച്ച് പോകും, തളർന്നു പോകും, തോള് വേദന എടുക്കും ഇതിൻ്റെ ഈ സ്ട്രാപ്പൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊരു ചെറിയ ബാഗിൽ വളരെ കുറച്ച് സാധനങ്ങൾ എടുക്കുക. അപ്പോൾ അതിന് ഞാൻ എന്തൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഇട്ടിരുന്ന ഈ ഒരു ഡ്രസ്സ്, ഇതിങ്ങനെ ഒരു ചപ്പൽ, ഇതിങ്ങനെ ഒരു പാൻറ്റ്, ഇതിങ്ങനെ ഒരു ഷർട്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സഞ്ചിയിൽ ഞാൻ 2 ക്യാൻവാസ് ഞാൻ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്നു. 2 ക്യാൻവാസ് ഞാൻ കൊണ്ടുവന്നിരുന്നു. കാരണം നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ഈ ക്യാൻവാസ് ഉപയോഗിക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ, എവിടെയെങ്കിലും പാറയെടുക്കുക, കയറുമ്പോൾ കയറ് തട്ടുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ക്യാൻവാസ് കൊണ്ടുവന്നത്. അതിങ്ങനെ നമ്മൾ ഏറ്റവും അടിയിൽ വയ്ക്കുക. ഏറ്റവും അടിയിൽ വെച്ചാണ് ഞാൻ കൊണ്ടുവന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ജോഡി ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതാ കണ്ടില്ല, നമ്മൾ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സിന് പുറമെ ഒരു ഷർട്ട്, അത് പിന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ട് വന്ന അതേപോലെ ഒരു വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള വേറൊരു പാൻറ്റ്, ഒരു ട്രാക്ക് സ്യൂട്ട് പോലൊരു പാൻറ്റ്. പിന്നെ ഇതൊരു ബനിയനാണ്. നമ്മൾ ഈ വെളിയിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള, നമ്മുടെ കയ്യില്ലാത്ത ഒരു സാധാരണ ഒരു ബനിയൻ. അങ്ങനെ ഇത്രയും സാധനങ്ങളായി. പിന്നെ ഒരു തോർത്ത്. ഇത് ഞാൻ ഇതിനകത്തല്ല വയ്ക്കുന്നത്, ഇത് ഞാൻ എപ്പോഴും തോളിൽ ഇങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു നമ്മുടെ എക്സ്ട്രാ ഒരു ഇന്നറുണ്ട്, ഒരു ബെർമുട, അതും വെച്ചിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു കവർ നിങ്ങൾ എപ്പോഴും എടുത്തോണം. കാരണം അത് ഞാൻ സാമ്പിൾ കാണിച്ചിരുന്നു. ഇത് ഞാൻ ഇന്നലെ വരുന്ന വഴിയിൽ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടവും നീരരുവിയൊക്കെ കണ്ടപ്പോൾ അവിടെ ഇറങ്ങി കുളിക്കാനായിട്ട് ഇട്ടുകൊണ്ടിരുന്ന സാധനമാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു ചെറിയ കവറുകൾ നമ്മൾ വച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ നനഞ്ഞ ഡ്രസ്സുകൾ, നമ്മൾ മഴ പെയ്ത് നനയാണെങ്കിലോ അല്ലാതെയൊക്കെ നനഞ്ഞ ഡ്രസ്സുകൾ നമുക്ക് ഈ ബാഗിനകത്ത് നേരിട്ട് വെച്ച് കഴിഞ്ഞാൽ മറ്റു തുണികളിൽ ഈ നനവ് പിടിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ഇതുപോലൊരു കവർ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അപ്പോൾ വിചാരിക്കും ഈ കവറെല്ലാം പ്രൊഹിബിറ്റഡ് ആണല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാകും. പക്ഷെ അങ്ങനെയല്ല. ഈ കവറ് അവിടെ നമ്മൾ പറഞ്ഞാൽ മതി നമ്മൾ ഇത്ര സാധനങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന്. അപ്പോൾ അതവർ നോട്ട് ചെയ്ത് വയ്ക്കും. ഇതേ സാധനങ്ങൾ നമ്മൾ തിരിച്ചും കൊണ്ടുപോകണം. തിരിച്ച് പോകുന്ന വഴിക്കും അവരത് ചെക്ക് ചെയ്യും, ഇത്രയും സാധനങ്ങൾ കൊണ്ട് തിരിച്ചെത്തിയിട്ടുണ്ടാകുന്നു ബോണക്കാർഡ് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കൊണ്ട് ചെന്നില്ല എങ്കിലും ഫൈൻ അടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കവറുകൾ നമ്മൾ എത്ര കവർ വേണോ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ അതേപോലെ അഡീഷണലായിട്ട് ഞാൻ എടുത്ത വേറെ ഒരു കവറാണ്. ഇത് ഞാൻ മെയിനായിട്ട് കൊണ്ടുവന്നത് എൻ്റെ ഈ പറഞ്ഞ കണക്ക് ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാ കണ്ടില്ല, ഇതുപോലുള്ള ഈ പറഞ്ഞ വയർലെസ് മൈക്ക്, പിന്നെ എൻ്റെ ഒരു ബാറ്ററി ചാർജറാണ്. ബാറ്ററി ചാർജറല്ല, പവർ ബാങ്കാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു പവർ ബാങ്ക് നിങ്ങൾക്ക് ഏറ്റവും വലിയ അത്യാവശ്യമായിട്ട് വരും. കാരണം ഇവിടെ വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് കറണ്ട് കിട്ടുന്നത്. അത് 9 മണി വരെ മാത്രമേ ഇവിടെ കറണ്ട് ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ആ സമയത്തിനിടയ്ക്ക് നമുക്ക് ചാർജ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ രാവിലെ 5 മണിക്കും ഒരു 7 മണിക്കും ഇടയ്ക്ക് മാത്രമേ നമുക്ക് ഇവിടെ ഇലക്ട്രിസിറ്റി അവൈലബിൾ ഉള്ളൂ. കാരണം ഇവിടെ മുഴുവനും എന്ന് വെച്ചാൽ ഇവിടുത്തെ മുഴുവൻ ഇലക്ട്രിസിറ്റിയും സോളാർ സിസ്റ്റമാണ്. ഈ സോളാർ സിസ്റ്റത്തിലുള്ള ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് നമുക്ക് കറണ്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ലുബ്ധിച്ച് മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ വിഷ്വൽസ്, വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ഒരു പവർ ബാങ്ക് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള പവർ ബാങ്ക്, പിന്നെ നമ്മുടെ മൊബൈൽ ഫോണും ഒക്കെ ഒരു മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സംരക്ഷിക്കാനായിട്ട് ഇതേ കണക്ക് ഒരു എക്സ്ട്രാ കവറും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എടുക്കേണ്ടത് നിങ്ങളുടെ ഈ പറഞ്ഞ ഡീറ്റെയിൽസ്, ഈ പറഞ്ഞ ആധാർ കാർഡാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടെങ്കിൽ അത് വയ്ക്കാനായിട്ട്, ഈ ആധാർ കാർഡൊക്കെ വയ്ക്കാനായിട്ടും, പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള കാശ് നനഞ്ഞ് ചീത്തയാകാതിരിക്കാനായിട്ട് ഇതുപോലൊരു എന്തെങ്കിലും ഒരു കവർ എക്സ്ട്രാ എടുക്കുന്നത് അത് നന്നായിരിക്കും. കാരണം ഇവിടെ കാശ് മാത്രമേ നിങ്ങൾക്ക് ഉപയോഗപ്പെടുകയുള്ളൂ. ഈ അഗസ്ത്യപർവ്വതത്തിലേക്കും നിങ്ങൾ ഈ ബേസ് ക്യാമ്പിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശല്ലാതെ നിങ്ങൾക്ക് ഗൂഗിൾ പേയോ നിങ്ങൾ കാർഡോ അങ്ങനെ യാതൊരു സംഭവങ്ങളും നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. കാശിന് കാശ് തന്നെ വേണം. ഞാൻ പറഞ്ഞ പോലെ ഒരാളിന് 3 നേരം ഫുഡ് കഴിച്ചാൽ മാത്രം ഇവിടെ 500 രൂപ ചിലവാണ്. 3 നേരത്തെ ഫുഡ് ഇവിടെ ക്യാമ്പിൽ നിന്ന് നമ്മൾ കഴിക്കുകയാണെങ്കിൽ 500 രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാശ് ഉറപ്പായിട്ട് കൊടുക്കുക. കാശ് 3 ദിവസം നിങ്ങളിവിടെ സ്റ്റേ ചെയ്യാൻ വരുന്ന ആൾക്കാർ മിനിമം ഒരാളിന് 1000 രൂപ വെച്ചെങ്കിലും നിങ്ങൾ കരുതുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യത്തിൽ ബുദ്ധിമുട്ടും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക.
പിന്നീട് ഇതുപോലൊരു വാട്ടർ ബോട്ടിൽ എടുക്കുക, കൊണ്ടുവരിക വെള്ളം എടുക്കാനായിട്ട്. നമുക്ക് എവിടെ നിന്ന് വേണോ വെള്ളം എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ നമുക്ക് മതിയാവും, ഒരാൾക്ക് ഒരു ബോട്ടിൽ തന്നെ ധാരാളമാണ്. അപ്പോൾ ഒരു ബോട്ടിൽ ഇങ്ങനെ കൊണ്ടുവരിക. അത് ഞാനിവിടെ ഇങ്ങനെ എൻ്റെ ഈ സൈഡ് ഡ്രോയറിലാണ് ഞാൻ ഈ വാട്ടർ ബോട്ടിൽ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അത്യാവശ്യം പേന, മറ്റു കാര്യങ്ങൾ, ഇനി വേറെ ഒന്നുമില്ല. പിന്നെ അതാ ഇങ്ങനെ ഒരു പുതപ്പ്. അപ്പോൾ ഈ പുതപ്പ് നിങ്ങൾ കൊണ്ടുവരാതെ ഇങ്ങോട്ട് വരികയേ ചെയ്യരുത്. ഇങ്ങനെ ഒരു ബെഡ്ഷീറ്റ് നിങ്ങൾ ബെഡ്ഷീറ്റ് അല്ല, ഒരു പുതപ്പ് നിങ്ങൾ കൊണ്ടുവരണം. അതികഠിനമായ തണുപ്പാണ്. ഈ പുതപ്പ് കൊണ്ട് മൂടിയാൽ പോലും നിങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ നന്നായിട്ട് തണുക്കും ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാധനം നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു പുതപ്പും കൂടി ഇതിനകത്ത് വയ്ക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്, കണ്ടില്ല? എല്ലാ സാധനങ്ങളും നമ്മളത് ഇങ്ങനെ വെച്ച് പാക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ട്രിപ്പിന് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സംവിധാനങ്ങൾ. അല്ലാതെ എക്സ്ട്രാ വേറെ ഒരു സാധനങ്ങളും നമ്മൾ എടുത്തിട്ടില്ല. ഒരു കുഞ്ഞ് ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും തന്നെ ധാരാളം മതി. ഈ ഒരു കുഞ്ഞ് സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ സാധനങ്ങൾ, കണ്ടില്ല, ഫുൾ സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഒരു ചെറിയൊരു ബാഗിൽ നമ്മുടെ ട്രിപ്പ്. പിന്നെ ഇതിന് പുറമേ നമ്മൾ കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. അഡീഷണലായിട്ട് കുറച്ച് സംഭവങ്ങളൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 4 ബറോട്ട വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 2 സ്വീറ്റ് ബറോട്ട കഴിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ കുറച്ച് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3-4 ആപ്പിള്, 2 കരിക്ക്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും കരുതണം കേട്ടോ. നിങ്ങൾക്ക് എക്സ്ട്രാ കഴിക്കാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും, കാരണം ഈ മല കയറുന്ന സമയത്ത് നമ്മൾ ഈ സ്വീറ്റ് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം മാറി നമുക്ക് പെട്ടെന്ന് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരിക. പിന്നെ പ്രധാനമായിട്ടും ഇവിടുത്തെ ഫുഡിൻ്റെ വില എന്ന് പറയുന്നത് ഭയങ്കര വിലയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചുമക്കാൻ കഴിയുന്ന ഒരു ലോഡ് എത്രയാണോ അത്രയും ഫുഡ് നിങ്ങൾ കൊണ്ടുവരിക. അത് പഴങ്ങളായിരുന്നാലും ചീത്തയാകാത്ത, ഈ പറഞ്ഞ ഈ സ്വീറ്റ് ബറോട്ട പോലുള്ള ബേക്കറി ഐറ്റംസ് പോലുള്ള അങ്ങനെയുള്ള എന്ത് ഫുഡായിരുന്നാലും നിങ്ങൾ പരമാവധി നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അത്രയും കാശ് നിങ്ങൾക്ക് ലാഭിക്കുക, അത്രയ്ക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾക്ക് കഴിയുക. അപ്പോൾ ഇതാണ് ഇത്രയും പറയാനുള്ളത്. ഈ നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ഒരുക്കങ്ങൾ എന്ന് പറയുന്നത്, സ്റ്റാർട്ടിങ് ഒരുക്കങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൽ കൂടുതൽ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ആവശ്യമില്ല. ഒരു കുഞ്ഞു ബാഗിൽ തന്നെ നമുക്ക് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഏതായിരുന്നാലും ബൈ.